എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇലസദ്യകളിലെ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ വിളമ്പുന്ന ഒന്നാണ് ഇഞ്ചിക്കറി. ആ ഒരു ഇഞ്ചിക്കറി വളരെ ടേസ്റ്റി ആയിട്ട് തന്നെയാണ് നമ്മളിന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. ഇതുപോലൊരു ഇഞ്ചിക്കറി തയ്യാറാക്കുവാണെങ്കിൽ ഒരു പ്ലേറ്റ് നിറയെ ചോറുണ്ണാനായിട്ട് ഈ ഒരൊറ്റ കറി തന്നെ മതിയാകും. ഈ ഒരു രീതിയിലാണ് പാചകം ചെയ്യുന്നതെങ്കിൽ ഒരു മാസക്കാലത്തോളം ഒരു തരി പോലും കേടാവാതെ തന്നെ കറി കഴിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. ഇനി നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1/4 കിലോ ഇഞ്ചിയാണ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഇഞ്ചി നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കറി തയ്യാറാക്കാൻ പോകുന്നത്. ഇഞ്ചി ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ഒരുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാനും സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം. അതിനു മുമ്പായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സദ്യ സ്പെഷ്യൽ തൊടുകറികളൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. നമ്മളിതുപോലെ ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ഇഞ്ചി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മുരിയിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണ ഒന്ന് വിട്ടും വന്നിട്ടുണ്ട്. ഇതേ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് 15 കൊച്ചുള്ളിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഇഞ്ചിക്കറിക്ക് ഉള്ളി ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉള്ളിയും ചേർത്ത് ഒന്നുകൂടെ നമുക്ക് വഴറ്റാം. ഉള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് 1 മിനിറ്റ് നേരം വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അരമുറി നാളികേരം തിരുമിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നാളികേരം കൂടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞു കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. വഴറ്റുന്ന നാളികേരമൊക്കെ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു നല്ല ജീരകം ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് ഉലുവ ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിലെ കുരുമുളക് കൂടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി വഴറ്റിയെടുക്കാം. നാളികേരത്തിന്റെ ആ ഒരു കളറെല്ലാം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് വീണ്ടും നല്ലതോണം തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂട്ടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് വറുത്തെടുക്കാം. അതുവരെയും തന്നെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമ്മുടെ നാളികേരത്തിന്റെ കളറൊക്കെ മാറി ഇതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 സ്പൂൺ അളവിൽ എരിവെള്ളം മുളക് പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ പൊടികളും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. ഈ ഒരു സമയത്തും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്. പൊടികളൊക്കെ മൂപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർക്കാം. കായപ്പൊടി കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി പൊടികളുടെ ചൂടൊന്ന് ആറി വരുമ്പോൾ നമുക്കൊന്ന് അരച്ചുകൂടെ വെക്കണം. അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വറുത്ത അരപ്പിന്റെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ശേഷം കറി തയ്യാറാക്കി എടുക്കാനുള്ള ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇന്നത്തെ ഈ ഒരു ഇഞ്ചിക്കറിയുടെ സ്വാദ് കൂട്ടുന്നതിനായിട്ട് ഒരു പ്രത്യേക ചേരുവ ചേർത്താണ് തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് 2-3 കഷ്ണത്തോളം നാളികേരം പൊടിയായിട്ടൊന്ന് കൊത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. നാളികേര കൊത്തൊന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് കൂടി ചേർത്ത് വഴറ്റാം. പച്ചമുളകും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. പച്ചമുളകൊന്ന് വാടിക്കഴിഞ്ഞാൽ 2 വറ്റൽമുളക് ചേർക്കാം. ഇവിടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കണം. ഇനി ഇതെല്ലാം കൂട്ടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ വറവെല്ലാം നല്ലതുപോലെ മൂപ്പായി വന്നിട്ടുണ്ട്. മൂപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരപ്പ് ഇതുപോലെയാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. അരപ്പും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വറവിലിട്ട് കൊടുത്ത് അരപ്പ് ഒന്നുകൂടെ ഇളക്കി മുരിയിച്ചെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂപ്പായി വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലാണ് പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. പുളി പിഴിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ നല്ല കുറുകിയ രീതിയിലാണ് നമുക്ക് പിഴിഞ്ഞെടുക്കാനും സാധിക്കുന്നത്. പുളിവെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ ഇന്ന് ഇളക്കി കൊടുക്കുവാണ്. അതിനുശേഷം മിക്സിയുടെ ജാറ് കഴിയിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഇഞ്ചിക്കറിയിലേക്ക് ഒരു 2.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കറി നല്ലതുപോലെ വെട്ടി തിളപ്പിച്ചെടുക്കണം. വെട്ടി തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന പാകം വരെയാണ് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടതും. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി ഇതുപോലെയാണ് ലൂസാക്കി
എടുത്തിട്ടുള്ളത്. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് നല്ലതുപോലെ വെട്ടി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ചെറിയ തീയിലേക്ക് മാറ്റി വേണം മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇഞ്ചിക്കറി തിളച്ച് തുടങ്ങുമ്പോഴേക്കും നല്ലവണ്ണം പത വന്നു തുടങ്ങും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവില് ശർക്കര പൊടിയും കൂടെ ചേർക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അങ്ങനെ ശർക്കര പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കറി തിളച്ച് കുറുകിയ പാകത്തിലേക്ക് ആക്കിയെടുക്കണം. 5 മിനിറ്റ് നേരം കറി ഒന്ന് വെട്ടി തിളപ്പിച്ചെടുത്തപ്പോഴേക്കും കറിയുടെ എണ്ണയെല്ലാം തിളഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് മൂടി വെച്ച് വേണം നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനായിട്ട്. അതുപോലെ കറിയുടെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതുമാണ്. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ കറി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയിൽ നല്ലതുപോലെ എണ്ണയെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതും അരപ്പൊക്കെ നല്ലതുപോലെ വറ്റി കുറുകിയ പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളതും. ഇതുപോലൊരു പാകത്തിലേക്ക് കറി ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കറി നന്നായിട്ട് തണുത്ത് വന്നപ്പോഴേക്കും ഇതുപോലെ ഒരു പരുവത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളതും. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യകളിൽ വിളമ്പാനായിട്ട് ഇത്രയും കട്ടി തന്നെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലൊരു കറി തയ്യാറാക്കി വെക്കുവാണെങ്കിൽ 1 മാസക്കാലത്തോളം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. നാളെയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.